ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെസിറെക്സിന്റെ ഒരു കുഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും ബെസിറെക്സിന്റെ അപ്ഡേറ്റ് ഓൾമോസ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എല്ലാം ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു വർഷമായി ഈ ഒരു ഹാക്ക് നടന്നിട്ട് ഇപ്പോഴും ആൾക്കാർക്ക് ഫണ്ട് കിട്ടിയിട്ടില്ല എന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ലാസ്റ്റ് വലിയൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞത് കോർട്ടിൽ ഇവരെല്ലാം സംഭവങ്ങളും അപ്രൂവൽ എല്ലാം വാങ്ങി നമ്മുടെ വോട്ടിംഗ് എല്ലാം ചെയ്ത് കോർട്ടിനകത്ത് പ്രസന്റ് ചെയ്ത സമയത്ത് ഒരു പുതിയ കമ്പനി പുറപ്പെട്ടിരുന്നു. സെൻസോയി എന്ന് പറഞ്ഞിട്ട് പനാമയിലുള്ള ഒരു കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് സെറ്റൈക്ക് സിംഗപ്പൂർ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് അവർ റിജക്ട് ചെയ്തിരുന്നു. കോടതി കേസ് തള്ളി എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോഴാണ് ഇവർ വീണ്ടും അപ്പീലിന് പോയത്. അപ്പം അപ്പീലിന് പോകുമ്പം കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് വേണം സ്വാഭാവികമായിട്ട് അപ്പീലിന് പോകാൻ. അപ്പം അവർ ഈ കുറച്ച് ചേഞ്ചസ് എന്തൊക്കെയാണ് വരുത്തിയേക്കണം എന്നുള്ള ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പം ഈ അപ്പീൽ കഴിഞ്ഞിട്ട് ഈ ഒരു പുതിയ ചേഞ്ചസ് വരുത്തിയിട്ട് ഈ കോർട്ട് ഹിയറിംഗ് കേൾക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഈ വരുന്ന 15-ാം തീയതിയാണ്. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ 15-ാം തീയതി നടന്നില്ലെങ്കിൽ അത് റിസർവ് ഡേറ്റ് ആയിട്ട് 16-ാം തീയതി വെച്ചിട്ടുണ്ട്. അതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പം ഇവർ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയേക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് കോർട്ട് അത് മുൻപ് തള്ളിയതെന്ന് പറയുകയാണെങ്കിൽ, സെറ്റൈ എന്ന് പറഞ്ഞ സിംഗപ്പൂർ രജിസ്റ്റർഡ് കമ്പനിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ സെറ്റൈക്ക് സിംഗപ്പൂരിലെ ഒരു എൻറ്റിറ്റി ക്രിപ്റ്റോ എക്സ്ചേഞ്ച് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ലൈസൻസ് ആവശ്യമുണ്ടായിരുന്നു. ആ ലൈസൻസ് ഒന്നും ഇല്ലാതെയാണ് അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതി അത് റിജക്ട് ചെയ്തു. കാരണം ഞങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കാൻ ലൈസൻസ് ഇല്ലാത്ത കമ്പനിയിൽ നിന്നും നിങ്ങളിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് ഓർഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇവർ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അന്ന് ഇവർ ഇതുവരെ ഇല്ലാത്തൊരു കമ്പനിയുടെ പേര് സെൻസോയി എന്ന് പറഞ്ഞ കമ്പനി ഞങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പനാമയിലേക്ക് മൂവ് ചെയ്യാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള 2 ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ചേഞ്ചസ് എന്ന് പറയുന്നത് ഇപ്പം ലൈസൻസ് വേണ്ട എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ സെറ്റൈ എന്ന് പറഞ്ഞ കമ്പനി സിംഗപ്പൂർ ലൈസൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് റിജക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ സെറ്റൈ ഈ ഒരു ഓപ്പറേഷനും ഈ സിംഗപ്പൂരിൽ നടത്താൻ ആഗ്രഹിക്കുന്നില്ല. പകരം ഈ സെറ്റൈയിൽ സ്വാഭാവികം എന്താ വെച്ചാൽ ഇവർ പറയുന്ന സെറ്റൈ എന്ന് പറഞ്ഞ സിംഗപ്പൂരിലുള്ള ബെസിറെക്സിന്റെ കമ്പനിയാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സെൻമൈ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പം സെൻമൈ എന്ന് പറഞ്ഞ കമ്പനിക്കകത്ത് INRs എല്ലാം ഉണ്ടെങ്കിൽ സെറ്റൈക്കകത്തായിരുന്നു ക്രിപ്റ്റോ എല്ലാം ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പം ക്രിപ്റ്റോ കറന്റ് സ്റ്റോക്ക് ആയത് കുറച്ച് ബാലൻസ് ഉള്ള ക്രിപ്റ്റോ ഉള്ളത് സെറ്റൈ എന്ന് പറഞ്ഞ കമ്പനിക്ക് അവർ അണ്ടറിലായിരുന്നു. അപ്പം അവർ പല എക്സ്ചേഞ്ചിലും പല സെൽഫ് കസ്റ്റഡി വാലറ്റിലൊക്കെ ആയിട്ട് ഈ ക്രിപ്റ്റോ മാറ്റിയിട്ടുണ്ട് ഹാക്ക് നടന്നതിന് ശേഷം. അതൊരു സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ട്. എത്രയുണ്ട് എങ്ങനെയുണ്ട് എന്നൊന്നും പറയുന്നില്ലെങ്കിലും അത് അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ക്രിപ്റ്റോന്റെ റൈറ്റ്സ് മൊത്തം സെറ്റൈക്കാണുള്ളത്. സെറ്റൈ സിംഗപ്പൂർ കമ്പനിയാണ്. സെറ്റൈക്ക് ഈ പറഞ്ഞ പരിപാടി ലൈസൻസും ഇല്ല. പക്ഷെ ഞങ്ങൾ ഈ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇത് റിജക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ സെറ്റൈയിലുള്ള എല്ലാ ക്രിപ്റ്റോയും സെൻസൂയി എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് ഫുൾ ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പം ആ ഒരു ട്രാൻസ്ഫറിനുള്ള സംഭവം മാത്രമേ വേണ്ടുള്ളൂ. വേറെ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ഞങ്ങൾ സെറ്റൈയിലൂടെ നടത്തുന്നില്ല. അതുകൊണ്ട് സിംഗപ്പൂരിൽ ഞങ്ങൾക്ക് ലൈസൻസ് വേണ്ട എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അതായത് സെറ്റൈയിലുള്ള ക്രിപ്റ്റോസ് എല്ലാം സെൻസൂയിലേക്ക് പോകും. സെൻസൂയി ആണ് പിന്നെ നമ്മുടെ സെൻമയിലുള്ള സെൻമൈ എന്ന് പറഞ്ഞാൽ ബെസിറെക്സ് അതിലുള്ള യൂസേഴ്സിന് ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് ഇവർ പറയണത്. ഇതാണ് ഒരു സ്കീം വന്നേക്കണ മാറ്റം. അപ്പം കോടതി നോക്കുകയാണ്, ഓക്കെ സെറ്റൈക്ക് ഞങ്ങൾക്ക് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് റിജക്ട് ചെയ്യേണ്ട. കാരണം ഞങ്ങൾ സെറ്റൈയിൽ നിന്നും ഒരു പ്രവർത്തനം ആൾക്കാർക്കൊന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾ അവിടെ നിന്ന് ഒരു പ്രവർത്തനം ചെയ്യുന്നില്ല. നേരെ ഇത് സെൻസോയി എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ബാക്കിയുള്ള നമ്മൾ വോട്ട് ചെയ്തിട്ടുള്ള സ്കീംസ് ഒക്കെ ഉണ്ടല്ലോ, എത്ര ശതമാനം കിട്ടും ഇത്ര ശതമാനം കിട്ടില്ല എന്നുള്ളതൊക്കെ അതേപോലെ തന്നെ നിൽക്കും. സെൻസോയിൽ നിന്നായിരിക്കും നമുക്ക് ഫണ്ട് വരുന്നുണ്ടാവുക എന്നാണ് ഇവർ ഒന്ന് പറഞ്ഞേക്കുന്നത്. അത് ഒന്നാമത്തെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് പറ്റില്ല, അങ്ങനെ ഒരു വേറെ രാജ്യത്തേക്ക് മീൻസ് പുതിയൊരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത കമ്പനിയിലേക്ക് ഈ പറഞ്ഞ ഫണ്ട് മൂവ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, അതിന് എന്തെങ്കിലും ഒബ്ലിഗേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സെൻസോയിലേക്ക് മാറ്റുന്നില്ല, പകരം സെൻമയിലേക്ക് തന്നെ ഇപ്പം ഞങ്ങളുടെ സെറ്റൈലുള്ള ക്രിപ്റ്റോസ് മൊത്തം സെൻമയിലേക്ക് തന്നെ മൂവ് ചെയ്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഈ പറഞ്ഞ സ്കീം ഓഫ് അറേഞ്ച്മെന്റിൽ പറഞ്ഞിട്ടുള്ള വോട്ടിങ്ങിന്റെ ബേസിൽ എന്തൊക്കെയാണ് തീരുമാനിച്ച് അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് ഞങ്ങൾ ചെയ്യും, അതിനനുസരിച്ചുള്ള ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള 2 സ്കീമാണ്, 2 സംഭവങ്ങളാണ് ഇവർ പുതിയതായിട്ട് ഈ അപ്പീലിന് ശേഷം ഈ കോടതിയിൽ പ്രസന്റ് ചെയ്തേക്കണം. ഇനിയിപ്പോൾ കോടതി ഇതിന്റെ ഏതാണ് നല്ലത്, ഓക്കെ നിങ്ങൾ സെൻസൂയിലേക്ക് മാറ്റിക്കോ എന്ന് പറയുകയാണെങ്കിൽ സെറ്റൈയിൽ നിന്ന് എല്ലാ ക്രിപ്റ്റും സെൻസൂയിലേക്ക് പോയി പിന്നീട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ വരും. ഇനി അത് പറ്റില്ല എന്നാണെങ്കിൽ ഇന്ത്യയിലായിട്ടുള്ള സെൻമയിലേക്ക് തന്നെ ഇന്ത്യൻ FIU രജിസ്റ്റേർഡ് ആയിട്ടുള്ള സെൻമയിലേക്ക് വരും. എന്നിട്ട് സെൻമൈ നമുക്ക് പഴയ പോലെ നമ്മൾ എങ്ങനെയാണോ ഡീൽ ചെയ്തിട്ടുള്ള അതേപോലത്തെ ഡിസ്ട്രിബ്യൂഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യും എന്നാണ് ഇപ്പം അറിഞ്ഞേക്കുന്ന ന്യൂസ്. അപ്പം ഈ 2 സംഭവങ്ങളാണ് അവർ കോർട്ടിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന്റെ ഹിയറിംഗ് ഈ പറഞ്ഞ 15-ാം തീയതി 16-ാം തീയതി ഏത് ദിവസമാണെന്ന് അറിയില്ല, ആ സമയത്ത് ഉണ്ടാവും. ഈ കോർട്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി 1 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1-2 മാസത്തിനുള്ളിൽ നമുക്ക് ഫണ്ട് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ ഇത് കോടതി റിജക്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട്സ് നെക്സ്റ്റ് എന്ന് നിശ്ചൽ ഷെട്ടർ തന്നെ ചോദിക്കേണ്ടി വരും. എന്തെങ്കിലും അപ്ഡേറ്റ് ഇട്ട് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ക്വിക്ക് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്ത ഒരു ക്വിക്ക് വീഡിയോ ആണിത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ടേക്ക് കെയർ.